അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുതുബി 72 ഒരു നമ്പർ വായിച്ചതാണ്. 69 കഴിഞ്ഞിട്ട് പിന്നെ 71 നമ്പർ ഇട്ടത്. സത്യത്തിൽ ആ 71 70 അപ്പൊ കഴിഞ്ഞ ക്ലാസ് 71 ഇത് 72 അതാണ് ഫർക്ക് വന്നത്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. ഷാരിന്റെ കലാമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു കുല്ലിയിലേക്ക് നളർ ചെയ്യുന്ന ഒരു വ്യക്തി, അവന് ആ കുല്ലിയിലുള്ള ഇഷ്തിറാക്കിന്റെ ജിഹത്തിലേക്ക് നോക്കുമ്പോൾ ആ കുല്ലിയെ അത് മുത്തവാത്തിയായിട്ട് അവനിക്ക് മനസ്സിലാക്കും. കാരണം അതിന്റെ ഫർദുകൾ എല്ലാം ആ കുല്ലിയിൽ തവാഫുക്കായി എന്ന കാരണം കൊണ്ട്. ഇതാണ് നേരെ പറഞ്ഞ വരി. ഇനി അവിടെ തന്നെ പറയാണ് വൈൻ നുളിറ വൈൻ നളറ. ഇനി ഈ നാദിർ നെതിർ ചെയ്യുകയാണെങ്കിൽ ഇലാ ജിഹത്തിൽ ഇഖ്തിലാഫി, ഇഷ്തിറാഖല്ല ഇഖ്തിലാഫിന്റെ ജിഹത്തിലേക്ക്, അതിന്റെ ജിഹത്തിലേക്ക് നെതിർ ചെയ്യുകയാണെങ്കിൽ ഔഹമഹു, അപ്പോൾ ആ കുല്ലിനെ സംബന്ധിച്ച് ആ നാദിർ ഊഹിക്കും. എന്താണ് ഊഹിക്കുന്നത്? അന്നഹു, തീർച്ചയായും ആ കുല്ലി മുഷ്തറക്കുന്നത് മുഷ്തറക്കാണ് എന്ന് മനസ്സിലാക്കും. അപ്പം കാന്നഹു, അപ്പൊ ആ കുല്ലി ആയതുപോലെയാവും ലഫ്ളുൻ, മുഷ്തറക്കാവുമ്പോ അതായത് ഒരു ലഫ്ള് പോലെയായിരിക്കും. ഒരു ലഫ്ള് പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ലഫ്ളാണ്? ആ ലഫ്ളിനെ കൊണ്ട് മആനി മുഖ്തലിഫത്ത്, വൈവിധ്യങ്ങളായ മാനകൾ, അർത്ഥങ്ങൾ അതിനെ കൊണ്ട്. ഉദാഹരണം ഏതുപോലെ? കൽ ഐനി എന്ന ലഫ്ള് പോലെ. ഐനി എന്നുള്ളത് അത് പിന്നെ മുസ്തറക്കായ ലഫ്ളാണ്. ഐനി എന്നുള്ളത് മുസ്തറക്കായ ലഫ്ളാണ്. അത് വ്യത്യസ്തങ്ങളായ പല മാനകൾക്ക് വേണ്ടിയിട്ട് ഐനി എന്നുള്ള ലഫ്ളിനെ പെരുമാറപ്പെടാറുണ്ട്. തദ്വരം ഫന്നാദിറു ഫീഹി, അത്തരം ഐന് പോലുള്ള ഒരു കുല്ലി, ആ കുല്ലിയിൽ നദർ ചെയ്യുന്ന ഒരാള് യതശക്കു, അവൻ സംശയിക്കും. അൽ ഹുവ മുത്തവാത്തിൻ, അത് മുത്തവാത്തിയാണോ? അത് മുഷ്തറക്കുന്നത് മുഷ്തറക്കാണ്. മുത്തവാത്തിയാണോ മുഷ്തറക്കാണോ എന്നെന്ത് ചെയ്യും? സംശയിക്കും. വലിഹാദ, ഈ കാരണം കൊണ്ട് തന്നെയാണ് സുമ്മിയ, പേര് വെക്കപ്പെട്ടത് ബിഹാദൽ ഇസ്മി, ഈ ഇസ്മ കൊണ്ട് അതിലേക്ക് പേര് വെക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതായത് നമ്മൾ മുഷക്കിക്ക് എന്ന് പറഞ്ഞല്ല, അതാണ് അവിടെ വിഷയമുള്ളത്. മുഷക്കിക്ക് എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ മുഷക്കിക്ക് എന്നുള്ളതാണ് എന്ന പേര് കൊണ്ട് അങ്ങനെ പേര് വെക്കാനുള്ള കാരണം അതാണ്. ഇനി വൈൻഖാന, ഇനി ആ മായനയായാൽ ആ സാനിയ, രണ്ടാമത്തെ മായനയായി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അതായത് മായന അധികരിച്ചതാകുക, അത് പറയുന്നു. ആ ഇൻകാനൽ മായനയായാൽ കസീറൻ,
അധികരിച്ചതായാൽ ബൈന തിൽക്കൽ മആനി, അങ്ങനെ ആവുമ്പോ ഹല്ലല ചിലപ്പോൾ എന്ത് ചെയ്യാ, ഈ കുല്ലി ഇമ്മാ ബൈന യതഹല്ലല എത്തല ചിലപ്പോൾ ഇടയിൽ വരാം. ബൈന തിൽക്കൽ മആനി ഈ പറയപ്പെട്ട മാനകളുടെ ഇടയിൽ വരും. എന്ത് വരും? നഖ്ല് വരും. മനസ്സിലായ? അപ്പൊ ഈ ലഫ്ലിന് പല മാനക്ക് വേണ്ടിയിട്ട് ഇസ്തിമാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മാനകളുടെ ഇടയിൽ ചില നഖ്ല് വരും. അതായത് നഖ്ലിന്റെ അടിസ്ഥാനത്തിൽ ഈ മാനാനെ പെരുമാറുക. അതെങ്ങനെ വരിക? ബി അങ്കാന, ആ ലഫ്ല് ആവല് കൊണ്ട് മൗളുവൻ ലി മാനൻ, ഒരു മാനക്ക് വക്കപ്പെട്ടതാകുക. നേരത്തെ ഒരു മാനാക്ക് വക്കപ്പെടുക, അവലൻ ആദ്യമായിട്ടൊരു മാനാക്ക് വക്കപ്പെടുക. എന്നിട്ട് മാനാക്ക് വെക്കപ്പെട്ടതിനു ശേഷം സുമ്മ ലൂഹിള ദാലിക്കൽ മാന, ആ മൗദൂലുഹുവായ മാന ഉണ്ടല്ല, ആ മാനയെ ലിഹാള ചെയ്യുക, അതിനെ എഴുത്തിബാർ ചെയ്യുക, അതിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് വൗദിയ, എന്നിട്ട് ആ ലഫ്ലിനെ പെരുമാറപ്പെടുക ലി മാനൻ ആഖറ, വേറൊരു മാനാക്ക് വേണ്ടി. മനസ്സിലായില്ല? ഒരു ലഫ്ല്, ആ ലഫ്ലിന് ഒരു മാനുണ്ട്. ആദ്യം ഒരു മാനാക്ക് വേണ്ടി പെരുമാറിയ ആ ലഫ്ലിനെ, അല്ല ഒരു ലഫ്ല് എനിക്ക് പല മാനകളുണ്ട്, ആ മാനകളിൽ നിന്ന് ആദ്യം ഒരു മാനാക്ക് പെരുമാറി, എന്നിട്ട് അങ്ങനെ അവരെ ഇസ്തിമാൽ ചെയ്തു, അങ്ങനെ അവരെ ഇത്തിബാർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു മാനാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അതിനെ വക്കപ്പെട്ടു. വക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഈ മുനാസബത്തിൻ ബൈനഹുമ, ഈ രണ്ട് മാനാന്റെയും ഇടയിൽ മുനാസബത്ത് ഉണ്ടായതുകൊണ്ട് ആദ്യം ഒരു മാനാക്ക് വേണ്ടി വെക്കപ്പെട്ടു, പിന്നെ രണ്ടാമത് മാനാക്ക് വേണ്ടി വെക്കപ്പെട്ടില്ല. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാനാന്റെ ഇടയിൽ യോജിപ്പ്, മുനാസബത്ത് ഉണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ ഔലം യതഹല്ലൽ, അല്ലെങ്കിൽ മാനകളുടെ ഇടയിൽ എന്തില്ല, ഇടയിൽ നഖ്ല് വരുന്നില്ല. അതാ പറഞ്ഞു വൈലം യതഹല്ലൽ നഖ്ലു, ഇടയിലെ നഖ്ല് വന്നില്ല. ബൽ എങ്കിലും കാന വളുഹു, ഈ ലഫ്ലിനെ വക്കലായിരിക്കുന്നു. ഇതിൽക്കൽ മആനി, ഈ പറയപ്പെട്ട എല്ലാ മാനകൾക്കും ഈ ലഫ്ലിനെ വക്കലായിരിക്കുന്നു. അല്ല സവിയത്ത്, സമാസമായി. അപ്പൊ 10 മാനുണ്ട്, ഈ 10 മാനാക്കും ഈ ലഫ്ലിനെ സമാസമായിട്ട് വെച്ചൂന്ന്. ഏതുപോലെ? കമാ കാന മൗളുവൻ, ഈ ലഫ്ല് വക്കപ്പെട്ടതായതുപോലെ. ഈ ദാലിക്കൽ മാന, ഈ ഹാദൽ മാന, ഈ ഒരു മാനാക്ക്, ഒന്നാമത്തെ മാനാക്ക് എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ രണ്ടാമത്തെ മാനാക്കും മൂന്നാമത്തെ മാനാക്കും ഇനി ശേഷമുള്ള മാനകൾക്കൊക്കെ അതേ ദർജയിൽ തന്നെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ വെക്കുമ്പോൾ യക്കൂനു, അപ്പൊ ഈ ലഫ്ള് ആവും മൗളുവൻ, വെക്കപ്പെട്ടതാവും. ഇതായിരിക്കൽ മാന, ആ മാനാക്ക് വേണ്ടി എന്ത് ചെയ്യും? വെക്കപ്പെടും. അത് എങ്ങനെയാണ് വെക്കപ്പെടുന്നത്? മിനുകൈരി നെതിരി മിനൽ മാനൽ അവലി, രണ്ടാമത്തെ ഒന്നാമത്തെ മാനയിലേക്ക് നെതിർ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം എന്തിനാ? ഈ ലഫ്ലിനൊക്കെ സമാസമായിട്ടാണല്ലോ ആ മാനാക്ക് വേണ്ടി വെക്കപ്പെടുന്നത്. അപ്പൊ ആ മാനാക്ക് വേണ്ടി സമാസമായി വെക്കപ്പെടുമ്പോ ഇനി വേറെ ഏതിന്റെ ആവശ്യത വരുന്നില്ല, നെതിറിന്റെ ആവശ്യത വരുന്നില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് പോവാൻ മുസ്തറക്കായ ലഫ്ള് എന്നെന്ത് ചെയ്യും? പറയപ്പെടും. എന്തിനാണ് മുസ്തറക്കായ ലഫ്ള് എന്ന് പറയപ്പെടുവാനുള്ള കാരണം? ദി ഇഷ്തിറാഖി, ഈ മുസ്തറക്കായ ലഫ്ള് കൂറായതിനു വേണ്ടി. ബൈന തിൽക്കൽ മആനി, ആ പറയപ്പെട്ട മാനകളുടെ ഇടയിൽ കൂറായി. ഈ പറയപ്പെട്ട മാനകളുടെ ഇടയിൽ എന്തായത്? കൂറായി. ഉദാഹരണം ഏതുപോലെ? കൽ ഐനി, ഐന് എന്നുള്ള ലഫ്ള് പോലെ. ഐനി എന്നുള്ളത് മുസ്തറക്കായ ലഫ്ളാണ്. ഫൈനഹ, തീർച്ചയായിട്ടും ഐനി എന്നുള്ള ലഫ്ള് മൗളുഅത്തുൻ, അത് വെക്കപ്പെട്ടതാണ്. ഇൽ ബാസുറത്തി, അത് ബാസുറത്തിന് വേണ്ടി വെക്കപ്പെട്ടതാണ്. വേറെ മാനന്ത് വൽമായി, വെള്ളത്തിന് വേണ്ടി വെക്കും.
ദിഖ്ബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വെക്കപ്പെടുക. ദിഖ്ബത്ത് എന്ന് പറഞ്ഞാല് മുൻഷിതൊക്കെ അതിന് പറഞ്ഞ മാന ബേറും ധാത്തുമായിന്നാണ്, വെള്ളം ഉള്ളതായ കിണറുന്ന. ഏതായാലും ശരി, ഈ ദിഖ്ബത്തിന് വേണ്ടിയിട്ടും ഐന് എന്നുള്ള ലഫ്ദിനെ പെരുമാറും. ദഹബിന് വേണ്ടിയിട്ടും പെരുമാറും. അപ്പൊ ഈ 4 മാന ഇവിടെ പറഞ്ഞു. ഏതിനിക്ക്? ഐനിക്ക് 4 മാന. ഈ മാനക്കൊക്കെ ഐനിന് എന്തേന്ന് വെക്കപ്പെട്ടതാണ്. എങ്ങനെയാ വെക്കപ്പെട്ടത്? അല്ല സവായി, സമാസമായ രൂപത്തിൽ. കാരണം ഒരു മാനാനക്ക് ഈ ലഫ്ദിനെ ഒരു മാനാക്ക് വേണ്ടി വെക്കല് മുതഖദ്ദിമും, മറ്റേ മാനാക്ക് വേണ്ടി വെക്കൽ മുതാഖിറും, വേറെ മാനാക്ക് വേണ്ടി വെക്കൽ മുതവസ്സിത്തും, അങ്ങനെ ഒരു കൈതുകളൊന്നും ഇല്ല. സമാസമായിട്ടാണല്ലോ അത് പറയപ്പെടുന്നത്. അതാണ് ദഹബ് പോലെ അല്ല സവായി. ഇനി വേറെ മസല. ഇനി വൈൻ ദഖലത ബൈന തിൽക്കൽ മആനി, ഈ പറയപ്പെട്ട മാനകളുടെ ഇടയിൽ വന്നില്ല ഞക്കല്. എന്ത് വന്നില്ല? ഞക്കല് വന്നില്ല. ഞക്കല് വന്നില്ല. അങ്ങനെ വെക്കുമ്പോ ഒരു പക്ഷേ ഉപേക്ഷിക്കപ്പെടും. ഇസ്തിഅ്മാലുഹു, ആ ലഫ്ദിനെ പെരുമാറുക എന്നുള്ളത് ഉപേക്ഷിക്കപ്പെടും. ഇസ്തിഅ്മാലിനെ തെർക്ക് ചെയ്യും. ഇതിൽ മാനൽ അവലി, ഒന്നാമത്തെ മാനയിൽ എന്തായില്ല അവലൻ അല്ലെങ്കിൽ ഔല, അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, പിന്നെ തെർക്ക് ചെയ്യൂല. എന്തായില്ല, അതായത് ഒരു ലഫ്ദ് 2 മാനുണ്ട്. ഒന്നാമത്തെ മാനയിൽ ഉള്ള തെർക്കിനെ ഇസ്തിഅ്മാൽ ചെയ്ത്, അല്ലെങ്കിൽ ഇസ്തിഅ്മാൽ ചെയ്തിട്ടില്ല, 2 രൂപ ഉണ്ടാവും. എങ്കിൽ ഫൈൻ തുരിക്ക, ഇനി ആ ഇസ്തിഅ്മാൽ ചെയ്തതിനെ ഉപേക്ഷിക്കപ്പെട്ടാൽ, അങ്ങനെ ഇസ്തിഅ്മാൽ ചെയ്യുന്നില്ല എങ്കിൽ ഇസമ്മ, ആ ലഫ്ദിനെ സംബന്ധിച്ച് പറയപ്പെടും ലഫ്ദൻ മങ്കൂല, മങ്കൂലായ ലഫ്ദ് എന്ന് എന്ത് ചെയ്യും പറയും. എന്തിനാ മങ്കൂലായ ലഫ്ദ് എന്ന് പറയുന്നത്? ഈ നഖ്ലിഹി, ആ ലഫ്ദ് നഖ്ൽ ചെയ്ത ആ ലഫ്ദിനെ, അത് ഈ ലഫ്ദ് നഖ്ൽ ചെയ്ത കാരണത്തിന് വേണ്ടിയിട്ട്, ഈ ലഫ്ദിനെ നഖ്ൽ ചെയ്ത കാരണത്തിന് വേണ്ടി ഇസ്തിഅ്മാല് മിൻ മാനൽ അവലി, ഒന്നാമത്തെ മാനയിൽ നിന്നിട്ട്. മനസ്സിലായില്ലേ? ഇസ്തിഅ്മാലിനെ തെർക്ക് ചെയ്താൽ മങ്കൂലായ ലഫ്ദ് എന്ന് പറയും. കാരണം ഈ ലഫ്ദിനെ ഒന്നാമത്തെ മാനയിൽ നിന്ന് എന്ത് ചെയ്ത് നഖ്ൽ ചെയ്തു. നഖ്ൽ ചെയ്യുമ്പോൾ നഖ്ൽ ചെയ്ത നാക്കിലുണ്ടാവണല്ലോ, അല്ലാതെ നഖ്ലുണ്ടാവൂലല്ലോ. നഖ്ൽ ചെയ്യുമ്പോൾ നഖ്ൽ ചെയ്ത നാക്കിൽ വേണം, ഇല്ലാതെ ഉണ്ടാവില്ല. അതവൻ നാക്കിലും. അപ്പൊ ഈ മാനന്റെ ഇടയിലുള്ളതായ നഖ്ലിനുള്ളതായ നാക്കില് ഇമ്മ ശർഉ, അത് ഒരു പക്ഷേ ശർ ആവും. അങ്ങനെ ശർആണ് എന്ന് പറയപ്പെടുമ്പേ ഫയക്കൂനു, അപ്പൊ ഈ പറയപ്പെട്ട മങ്കൂലായ ഈ ലഫ്ദ് ആകുന്നതാണ് മങ്കൂലൻ ശർഇയ്യ, ശർഇയ്യായ മങ്കൂലി എന്ന് അതിനെ സംബന്ധിച്ചു പറയപ്പെടും. ഏതുപോലെ? സ്വലാത്തി, സ്വലാത്ത് എന്നുള്ള ലഫ്ദ് പോലെ, വസൗമി, സൗമി എന്നുള്ള ലഫ്ദ് പോലെ. ഏതുപോലെ? കാരണം വൈന്നഹുമാ, തീർച്ചയായിട്ടും ഈ സ്വലാത്തും ഈ സൗമും ഒക്കെ അതൊക്കെ സത്യത്തിൽ എന്താണ്? ശർഇയ്യായ മങ്കൂലാണ്. അല്ലെ ഇവ രണ്ടും ഫില്ലാസുലി, യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ദുആക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്ക. അതേപോലെ സൗമി എന്ന് പറഞ്ഞാൽ അവ മുത്തലക്കിൽ ഇംസാക്കി ഒഴിവായി നിൽക്കുക എന്ന് മാത്രം. മുത്തലക്കായി ഒഴിവായി നിൽക്കൽ, എന്തിനെ തൊട്ട് ഒഴിവായി നിൽക്കുക, ഇത്ര സമയം ഒഴിവായി നിൽക്കുക എന്നില്ലതല്ല. മുത്തലക്കായി ഇംസാക്ക്, അതാണ് അതിന്റെ യഥാർത്ഥമായ. അതുപോലെ സ്വലാത്ത് എന്നുള്ളത് ദുആയാണ് അതിന്റെ മായന. എന്നിട്ട് എന്ത് ചെയ്ത്? സുമ്മ നഖലഹുമ, ഈ സ്വലാത്ത് എന്ന ലഫ്ദിനെയും ഈ സൗമു എന്നുള്ള ലഫ്ദിനെയും നഖ്ല് ചെയ്തു. അശ്ശറു, ഷറ് നഖ്ൽ ചെയ്തു. എങ്ങോട്ട്? ഇലൽ അർക്കാനിൽ മഖ്സൂസ, മഖ്സൂസായ ഫർളുകളിലേക്ക്. മഖ്സൂസായ ഫർള് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിസ്കാരത്തെ പറയുന്നത് എന്താണ്? അതായത് പിന്നെ അഖ്വാലും വ അഫ്ആലും മഖ്സൂസത്തും, അല്ലെ? അഖ്വാലും വ അഫ്ആലും
മഖ്സൂസത്തും മുഫ്തതഹത്തും ബിത്തക്ബീരി മുഖ്തതമത്തും ബിത്തസ്ലീമി. ഇങ്ങനെയാണല്ലോ നിസ്കാരത്തിന് ശർഈയായ മാന. അതാണ് അർക്കാനും മഖ്സൂസത്തും എന്ന് പറയപ്പെടാനുള്ള കാരണം. അപ്പൊ ഈ അർക്കാനും മഖ്സൂസത്തിലേക്ക് ശർഅ് അതിനെ നീക്കം ചെയ്യും. മനസ്സിലായില്ലേ? അതേപോലെ പോലെ ഇംസാക്കിൽ മഖ്സൂസി, ഇംസാക്കിലേക്ക് നീക്കം ചെയ്യും. ഏത് ഇംസാക്ക്? അത് മഖ്സൂസി പ്രത്യേകമായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ത് ചെയ്യുക? ഒഴിവായി നിൽക്കുക. ഈ ഒഴിവായി നിൽക്കൽ ഏതാണ്? ഭക്ഷണ സാധനങ്ങളും വെള്ളം ഭക്ഷണം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനെ തൊട്ട് പൂർണ്ണമായും ഒഴിവായി നിൽക്കണം. അപ്പൊ നിയ്യത്ത് വേണം. നിയ്യത്തോടു കൂടിയുള്ള ഈ മഖ്സൂസായ ഇംസാക്കിനിക്കാണ് സത്യത്തിൽ സൗമ് എന്ന് പറയപ്പെടുന്നത്. അത് ശർഈയായ മാനയാണ്. അസ്ലിയായ മാനാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാന. ഇനി വൈമ്മാ വൈറു ശർഈ, ഒരു പക്ഷേ ശർഅ് ആവാം, അല്ലെങ്കിൽ ശർഅ് അല്ലാത്തതാവാം. ഇനി ശർഅ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ വഹുവ, അത് ആ മങ്കൂലായ ലഫ്ദ് ഇമ്മൽ ഉറുഫുൽ ആമു, അതൊരു പക്ഷേ ഉറുഫ് ആമയായിരിക്കും. ഏത്? നാക്കിൽ ഒരു പക്ഷേ ഏതായിരിക്കും? ഉറുഫ് ആമയാകും. നാക്കിൽ ഉറുഫ് ആമയാകുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്ത് പറയപ്പെടും? അൽ മങ്കൂലുൽ ഉറുഫിയു, ഉറുഫിയായ മങ്കൂല് എന്ന് എന്ത് ചെയ്യും? പറയപ്പെടും. ഉറുഫിയായ മങ്കൂല്. ഉദാഹരണം ഏതുപോലെ? ദാബത്ത് എന്നുള്ളതായ ലഫ്ദ് പോലെ. ഫൈനഹ, തീർച്ചയായി ദാബത്ത് എന്നുള്ള ലഫ്ദ് ഫി അസ്ലിൽ ലുഗത്തി, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇസ്മുൻ, അത് ഒരു ഇസ്മാണ്, നാമമാണ്. ഈ കുല്യമായ ദീപല്ല, ഭൂമിയിലൂടെ കുമിഞ്ഞ് നടക്കുന്ന എല്ലാറ്റിനും പറയപ്പെടുന്ന ഒരു പേരാണ് ദാബത്ത് എന്ന് ഭാഷാപരമായിട്ട്. അപ്പൊ ദാബത്തിന്റെ ലുഗവിയായ മാനയാണ് മാ യജിബു അലല്ലാഹി. എന്നാൽ സുമ്മ നഖലുൽ ഉർഫു, പിന്നെ ആ ലഫ്ദിന് എന്ത് ചെയ്ത്? ആ ദാബത്ത് എന്നുള്ള ലഫ്ദുണ്ടല്ലോ, ആ ലഫ്ദിനെ നഖൽ ചെയ്തു. അൽ ഉർഫുൽ ആമു, ഉർഫ് ആമ നഖൽ ചെയ്തു. എങ്ങോട്ടാ നഖൽ ചെയ്തത്? ഇലാ ദവാത്തിൽ ഖവായിമിൽ അർബഇ, നാക്കാലി മൃഗങ്ങളിലേക്ക്. ഇപ്പം ദാബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നത് ഏതാണ്? നാക്കാലി മൃഗം. മനുഷ്യന്മാരെ പറ്റി ദാബത്ത് എന്ന് പറയില്ലല്ലോ, ജന്തുക്കളെ പറ്റി ദാബത്ത് എന്ന് പറയില്ല, പറവകളെ സംബന്ധിച്ച് ദാബത്ത് എന്ന് പറയില്ല. 4 കാലുള്ള നാക്കാലികളെ സംബന്ധിച്ച് മാത്രമേ ദാബത്ത് എന്ന് പറയുള്ളൂ. മനസ്സിലായില്ല? അത് ഏതൊക്കെയാണ്? ഖൈലി വൽ ബിഗാലി വൽ ഹമീദി, അതുപോലത്തതൊക്കെ പെടും. ഇനി മൂന്നാമത്തത് അതിൽ ഉറുഫുൽ ഖാസ്. അപ്പൊ ഒരു പക്ഷെ ശർഅ് ആവാം, അല്ലെങ്കിൽ പിന്നെ ഉറുഫ് ആമയാവാം, അല്ലെങ്കിൽ വൽ ഉറുഫുൽ ഖാസ്, ഉറുഫ് ഖാസയാവും. ഉറുഫ് ആമല്ല, ഏതാണ്? ഉറുഫ് ഖാസ. വയുസമ്മ, അപ്പൊ ഈ ഉറുഫ് ഖാസയെ സംബന്ധിച്ച് പറയപ്പെടുന്നതാണ് എന്ത്? അല്ല, ആ അടിസ്ഥാനത്തില് ഈ പറയപ്പെട്ടതായ ഈ ലഫ്ദുണ്ടല്ലോ, കുല്ലിയായ ലഫ്ദ്, ആ ലഫ്ദിനെ സംബന്ധിച്ച് പറയപ്പെടും മങ്കൂലൻ ഇസ്തിലാഹിയായ മങ്കൂൽ എന്ന് പറയും. ഏതുപോലെ? ഇസ്തിലാഹി നുഹാത്തി വന്നുള്ളാഹി, നഹ്വീങ്ങളായ പണ്ഡിതന്മാരുടെയും വന്നുള്ളാഹി മനാസിക്കത്തിന്റെയും ഇസ്തിലാഹ് പോലെ. കാരണം അവർക്കുള്ളത് ഇസ്തിലാഹ് ഒരു പ്രത്യേക ഇസ്തിലാഹാണ്, മറ്റുള്ളവർക്കുള്ള ഇസ്തിലാഹ് പോലത്തെ ഇസ്തിലാഹ് അല്ല. ഏതുപോലെ? അമ്മ ഇസ്തിലാഹുൽ നുഹാത്ത്, നഹ്വീങ്ങൾക്കുള്ള ഇസ്തിലാഹ് അത് ഏതാണ്? അത് ഫഖൽ ഫീലി, അതൊരു ഫീല് പോലെയാണ്. ഏത്? നഹ്വീങ്ങൾ ഇസ്തിലാഹ് ഫഖൽ ഫീലി, അതൊരു ഫീല് പോലെയാകും ആ മങ്കൂല്. കാരണം ഫൈനഹു, തീർച്ചയായിട്ടും ഈ ഫീല് എന്നുള്ളത് ഫിൽ അസ്ലി, അത് അസ്ലില് ഇസ്മുൻ കാന, അത് ആയിരിക്കുന്നു, ഇസ്മൻ ഒരു പേരായിരിക്കുന്നു. ബിമാ സ്വദറ അനിൽ ഫായിലി, ഒരു ഫായിലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നിനെ സംബന്ധിച്ചാണ് സാധാരണയിൽ ഫീലി എന്ന് പറയുന്നത്. ഏതുപോലെ? അക്കല് പോലെ. അക്കലിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ് ഏത്? അക്കല്.
അതുപോലെ ഷുർബി ഷാരിബിൽ നിന്നുണ്ടായിത്തീരുന്നതാണ് ഷുർബ്. ഷാരിബിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ് ഏത്? ഷുർബ്. അതുപോലെ വൽർബി ലർബ് പോലെ. കാരണം ലർബ് ഉണ്ടായിത്തീരുന്നത് ഏതിൽ നിന്നാണ്? ലർബ് ഉണ്ടായിത്തീരുന്നത് ലാരിബിൽ നിന്നാണ്. എന്നിട്ട് സുമ്മ നഖലഹു നുഹാത്ത് നഹ്വീങ്ങൾ അതിനെ നഖല് ചെയ്ത് ഏതിനെ? ഈ പറയപ്പെട്ടതായ ഫീല് എന്നുള്ളതിനെ എങ്ങോട്ട്? ഇലാ കെലിമത്തിൻ, ഒരു കെലിമത്തിലേക്ക്. അപ്പം ഫീല് എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥമായ എന്താണ്? മാ സ്വദറ അനിൽ ഫായിലീന, മാ സ്വദറ അനിൽ ഫായിലി. എന്നിട്ട് നഹ്വീങ്ങൾ അതിനെ ഏതിലേക്കാണ് നഖൽ ചെയ്തത്? വേറൊരു മാനയിലേക്കാണ്. ആ രണ്ടാമത്തെ മാന പറയാൻ പോവുകയാണ്. ഇലാ കെലിമത്തിൻ, ഒരു കെലിമത്തിലേക്ക്. എങ്ങനത്തെ കെലിമത്താണ്? ദല്ലത്ത്, അത് അറിയിച്ചിരിക്കുന്നു. അലാ മാനം ഫി നഫ്സി, സ്വന്തം ഒരു മാനാന്റെ മേൽ എന്ത് ചെയ്യുക? അറിയിക്കുക. സ്വയം ഒരു മാനാന്റെ മേൽ, സ്വന്തം ഒരു മാനാന്റെ മേൽ എന്ത് ചെയ്യുക? അറിയിക്കുന്ന ലഫ്ദ്. അതോടുകൂടെ ദല്ലത്ത്, അത് അതായത് നഹ്വീങ്ങൾ കെലിമത്തിൻ ദല്ലത്ത് അലാ മാനൻ, ഒരു മാനാന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. ഈ നഫ്സിലുള്ള ഒരു മാനാന്റെ മേൽ അറിയിച്ചു. എങ്ങനെ അറിയിച്ചു? മുഖ്തരിനെന്ന് അതിലുള്ളത്. എന്റെ അഭിപ്രായത്തില് മുഖ്തരിനായിരിക്കലാണ് ഏറ്റവും യോജിപ്പുള്ളത്. മുഖ്തരിനൻ അത് തന്നെ അന്വരിച്ചതായ സ്ഥിതിയിൽ, ഈ ലഫ്ദ് തന്നെ എന്തായിട്ട് അന്വരിച്ചതായ സ്ഥിതിയിൽ, അതാണ് ഏറ്റവും യോജിപ്പുണ്ടാകുക. മുഖ്തരിനൻ അന്വരിച്ചതായ സ്ഥിതിയിൽ. എന്തിനോടാണത് അന്വരിക്കുന്നത്? ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, 3 കാലങ്ങളിൽപ്പെട്ട ഒരു കാലത്തിനോട് എന്ത് ചെയ്യും? അന്വരിക്കും. അവ 3ായ കാലത്തിൽപ്പെട്ടതായ ഒരു കാലത്തിനോട് അന്വരിക്കുന്ന സ്വന്തം നഫ്സിലുള്ള മാനാന്റെ മേലിൽ അറിയിക്കുന്നതായ കെലിമത്ത്. ഇതാണ് നഹ്വീങ്ങളുടെ മാന. എന്നവ അമ്മാ ഇസ്തിലാഹുൻ നുവാരി, ഇവിടെ തന്നെ നാദിരീങ്ങളായ അഥവാ പിന്നെ ഹുക്കമായിന്റെ അഭിപ്രായം അത് മറ്റൊന്നാണ്. എന്താ? നുവാരിങ്ങൾ ഇസ്തിലാഹ് അത് ഇങ്ങനെയല്ല, വേറെ രൂപത്തിൽ. ഏതുപോലെ? ഇതിപ്പോ നഹ്വീങ്ങൾ ഇസ്തിലാഹിക്ക് ഉദാഹരണം പറഞ്ഞതാണ്. ഫഖദ് ദവറാനി, നമ്മൾ അവറാൻ വരും, ഞങ്ങൾ ഉസ്താദ് പറയും അവറാൻ. ദവറാനെ പറ്റി പറയുമ്പോൾ എന്താണ്? അവറാൻ. അവറാൻ എന്ന് പറയുന്നത് പോലെയാണ് ഇത് ദവറാൻ. നമ്മൾ അവറാൻക്ക് ഒരിക്കലും ഔറാൻ അറിയില്ലല്ലോ, അവറാൻ തന്നെയല്ലേ പറയല്. അപ്പൊ അതേപോലെ വാവിനൊക്കെ സുഖം ചെയ്യാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഉസ്താദൊക്കെ പറയാറുണ്ട്, ദവറാൻ എന്ന് പറയാറുണ്ട്. ഫഖദ് ദവറാനി, ദവറാനി എന്നുള്ള ലഫ്ദ് പോലെ. ഫൈനോ, തീർച്ചയായിട്ടും ഈ ദവറാനി എന്നുള്ള ലഫ്ദ് ചില അസ്ലിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ മാന ലിൽ ഹർക്കത്തി, അത് ഒരു ഹർക്കത്താണ്, ഒരു ചലനം. ദവറാന ചലനം. എവിടെയുള്ള ചലനം? സിക്കക്കി, അതായത് വഴിയില്. ഇവിടെ സിക്കക്ക് എന്ന് പറഞ്ഞാൽ സിക്കത്തിന്റെ ജമ്മാണ് സിക്കക്ക്. സിക്കത്ത് എന്ന് പറഞ്ഞാല് മുത്തലക്കൻ ത്വരീഖല്ല. അവിടെ തെരീക്കിന് പറഞ്ഞാല് മുസ്തവിയായ തെരീക്കിനെ സംബന്ധിച്ചാണ് സത്യത്തിൽ സിക്കക്ക് എന്ന് പറയാന്ന. മുസ്തവിയായ തെരീക്കിനെ സംബന്ധിച്ച് സാധാരണ സിക്കക്ക് എന്ന് പറയുമ്പോൾ അത് ത്വരീഖിന്റെ മാനാക്ക് പെരുമാറാറുണ്ട്. പക്ഷെ എന്നാലും ഇത് മുത്തലക്കായ തെരീക്കല്ല, മുസ്തവിയായ തെരീക്ക് എന്ന് പറയണം എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്ത്? സുമ്മ നഖലഹു, ഈ ദവറാനി എന്നുള്ള ലഫ്ദിനെ നഖല് ചെയ്തു. ആരാ നഖല് ചെയ്തത്? അന്നുള്ളാറു, നാദിരീങ്ങളായ പണ്ഡിതന്മാര്. നാദിരീങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മനാത്തിക്കത്ത്. എങ്ങോട്ടാണ് നഖൽ ചെയ്തത്? ഇലാ തറത്തുബിൽ അഖരി അലാമാ ലഹു സുലൂഹിയത്തുൽ ഇല്ലിയത്ത്. അങ്ങനെ ഇലാ തറത്തുബിൽ അഖരി, അസർ തർത്തീബാകുക. അസർ എന്താകുക? തർത്തീബാകുക. അസർ എന്ത് ചെയ്യുക? തർത്തീബാകുക. അസറെന്ന് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനാൽ ഉണ്ടായിത്തീരുന്ന പിന്നെ ആ അടയാളങ്ങൾ
മനസ്സിലായില്ലേ? അതിനാൽ ഉണ്ടായിത്തീരുന്ന അവസ്ഥകൾ അതാണ് അസർ തെർത്തീബാകുക. ഏതിന്റെ മേൽ? അലാമ, ഒരു വസ്തുവിന്റെ മേൽ. എങ്ങനത്തെ വസ്തുവാണ്? ലഹു, ആ വസ്തുവിനിക്ക് ഉണ്ട് സുരൂഹുൽ ഇല്ലിയത്തി, ഇല്ലത്താവാൻ പറ്റും. അവ ഇല്ലത്താവാൻ പറ്റുന്ന ഒരു വസ്തുവിന്റെ മേലില് ഒരു ഫീലിന്റെ അസർ തെർത്തീബായി വരിക. ഇതാണ് ദവറാന് എന്ന് പറഞ്ഞാല്. നമ്മൾ ചുറ്റുക, കറങ്ങ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ്. ഇനി അടുത്ത വിഷയം. ഇനി വൈലം യുക്തുറക്ക് മാനാഹുൽ അവ്വലും. ഒരു ലഫ്ലിനിക്ക് പല മാനാക്കുണ്ട്, പല മാനുണ്ട്. ആ പല എല്ലാ മാനയിലും ഇസ്തിമാലുണ്ട്. ഇനി ഒന്നാമത്തെ മാനയിലുള്ള ഇസ്തിമാലിനെ തെർക്ക് ചെയ്യപ്പെട്ടു. എങ്ങനെ? ഒന്നാമത്തെ മാനയിലുള്ള ഇസ്തിമാലിനെ തെർക്ക് ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? എന്നിട്ടോ ബൽ ഇസ്താമലു, എന്നിട്ട് ഇസ്തിമാല് ചെയ്യപ്പെടും. ഏതില്? ഫീഹി, ആ മാനയിൽ അതിന് ഇസ്തിമാൽ ചെയ്യപ്പെടും. അതായത് ഒരു ലഫ്ലുണ്ട്, ആ ലഫ്ലിക്ക് രണ്ട് മാനുണ്ട്. ഒന്നാമത്തെ മാനയിലും ഇസ്തിമാലുണ്ട്, രണ്ടാമത്തെ മാനയിലും ഇസ്തിമാലുണ്ട്. ഇപ്പൊ ഇസ്തിമാൽ ഏതിലാണ്? ഒന്നാമത്തെ മാനയിലാണ് ഇസ്തിമാൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇസ്തിമാൽ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ മാനയിലാണ്. ഈ അടിസ്ഥാനത്തിലൂടെ നോക്കുകയാണെങ്കിൽ യുസമ്മ ഹഖീഖത്തൻ, അതിന് ഹഖീഖത്ത് എന്ന് പറയും. നമ്മളിപ്പോ ഉദാഹരണം പറയേണ്ട, കിതാബിൽ തന്നെ ഉദാഹരണം വരുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഹഖീഖത്ത് എന്ന് പറയപ്പെടുക? ഇനി തൊഴിമില, ഈ പറയപ്പെട്ട കുല്ലിയായ ലഫ്ലിനെ ഫിൽ അവ്വലി, ഒന്നാമത്തെ മാനയിൽ ഇസ്തിമാൽ ചെയ്യപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ച് ഹഖീഖത്ത് എന്ന് പറയും. മനസ്സിലായ? ഏതാണ് ഒന്നാമത്തെ മാന? ഹുവൽ മങ്കൂലു അൻഹു, അത് മങ്കൂൽ അൻഹുവായ മാനയാണ്. ഏതിനെ തൊട്ടാണോ നഖൽ ചെയ്യപ്പെട്ടതെങ്കിൽ ആ നഖൽ ചെയ്യപ്പെട്ട മാനയാണ് സത്യത്തിലേത്? മങ്കൂൽ അൻഹുവായ മാന. ആ മാനയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതേപോലെ മജാസൻ, മജാസ് എന്ന് പറയപ്പെടും. എപ്പം? ഇനി തൊഴിമിലെ ഫിസാനി വഹുവൽ മങ്കൂലിഹി, മങ്കൂലിലേഹിയായ മാനയാകുന്ന രണ്ടാമത്തെ മാനയില് ഈ ലഫ്ലിനെ ഇസ്തിമാല് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനക്ക് മജാസ് എന്നും എന്ത് ചെയ്യും? പറയപ്പെടും. ഏതുപോലെ? കൽ അസദി, അസദ് എന്ന ലഫ്ല് പോലെ. കാരണം വലിയ അന്നഹ, തീർച്ചയായിട്ടും ഫൈന്നഹു, തീർച്ചയായിട്ടും ഈ അസദ് എന്നുള്ള ലഫ്ല് ഉളിയ, അതിനെ വെക്കപ്പെട്ടു. ഉളിയ, അതിനെ വെക്കപ്പെട്ടു. ഇനി വൈനസ്തോമില, അങ്ങനെ പെരുമാറപ്പെട്ടു. ഏത്? കൽ അസദി, അസദ് എന്നുള്ള ലഫ്ലിനെ പോലെ. ഫൈന്നോ, ഈ അസദ് എന്നുള്ള ലഫ്ല് ഉദിയ, വെക്കപ്പെട്ടു. അവലൻ, ആദ്യമായിട്ട് ദിൽ ഹയവാനിൽ മുഫ്തരിഷ്, ഹയവാൻ മുഫ്തരിഷ്, വന്യജീവി, മനുഷ്യന്മാരെ ആക്രമിക്കുന്ന ജീവി. അതാണ് അസദിന്റെ മങ്കൂലി ഇലേഹിയായ മാന. ഇനിസ്തോമില ഫിസാനി വൽ മങ്കൂലു ഇലേഹി. ഇനി സുമ്മ നോക്കിയ, പിന്നെ അതിനെ നക്കൽ ചെയ്യപ്പെട്ടു. ഇല റജുലി ഷുജായി, റജുലി ഷുജായിലേക്ക് എന്ത് ചെയ്ത്? നക്കൽ ചെയ്തു. അത് രണ്ടാമത്തെ മാനാണ്. എന്താ ഈ രണ്ടാമത്തെ മാനയിലേക്ക് നക്കൽ ചെയ്യപ്പെടാനുള്ള കാരണം? ഈ അലാഖത്തിൻ ബൈനഹുമ, രണ്ടിന്റെ ഇടയിൽ അലാഖത്തുണ്ട്. എന്തിന്റെ? ഈ അസദാവുന്ന അയബാ മുഫ്തരിസിന്റെയും പിന്നെ റജുലി ഷുജായിന്റെയും ഇടയിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. ഏതാ ബന്ധം? വയ്യ ഷജാത്ത്, ധീരത. കാരണം റജുലി ഷുജാ ആവുമ്പോ അവിടെ ധീരത ഉണ്ട്. അതേപോലെ തന്നെ അയബാ മുഫ്തരിസ് ആവുമ്പോഴും ധീരത ഉണ്ട്. അതുകൊണ്ട് തന്നെ വസ്തുമാരുഹു, ഈ അസദ് എന്നുള്ള ലഫ്ലിനെ പെരുമാറല് ഫിൽ അവ്വലി, ഒന്നാമത്തെ മാനയിൽ പെരുമാറുക. ഒന്നാമത്തെ മാനയിൽ പെരുമാറല് ബിത്വരീഖിൽ ഹഖീഖ, അത് ഹഖീഖത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഹഖീഖത്ത് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഒഫിസാനി, രണ്ടാമത്തെ മാനയിലുള്ള ഇസ്തിമാലോ
ബിത്വരീഖിൽ മജാസി, അത് മജാസിന്റെ തരീഖിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായ എങ്കിൽ അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താ ഈ ഹക്കീക്കത്ത്. ഹക്കീക്കത്തിനെ ഒന്ന് അതിന്റെ ലുഗവിയായ മാന ഒന്ന് തഹരീറാക്കുക. അമ്മൽ ഹക്കീക്കത്തു, ഹക്കീക്കത്ത് എന്ന് പറഞ്ഞത് ഫലി അന്നഹ, തീർച്ചയായിട്ടും ഈ ഹക്കീക്കത്ത് മിൻ ഹക്ക ഫുലാനിൽ അമ്ര എന്ന മാതിരിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ഹക്ക ഫുലാനുൻ അൽ അമ്ര, ഇന്നാലിന്നവൻ ആ കാര്യത്തെ സ്ഥിരപ്പെടുത്തി എന്ന് പറയാറുണ്ട്. അതിൽ നിന്ന് വന്നതാണ് ഹക്കീക്കത്ത്. എന്താണ് അതിന്റെ മാന? ഐ അസ്ബത്തഹു, അതിനെ ഉറപ്പിച്ചു നിർത്തി, അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഹക്കക്കുത്തുഹു എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഹക്കീക്കത്ത്, അങ്ങനെ പറയേണ്ടത് ഹക്കക്കുത്തുഹു. അത് എപ്പം? ഇദാ കുന്ത മിൻഹു അലാ യഖീൻ, ഇദാ കുന്ത നീ ആയാല് മിൻഹു ആ ലഫ്ലിനെ ആ മാനാക്ക് വേണ്ടി പെരുമാറുന്നതിനെ സംബന്ധിച്ച് അലാ യഖീനിൻ, യഖീനിന്റെ മേലായാൽ. അത് ശരിയാണല്ലോ. കാരണം അസദി എന്നുള്ളതിന് അയവാമത്തേസ് പെരുമാറാതെ ഹക്കീക്കത്താണല്ലോ. അത് ഉറപ്പുള്ള കാര്യമാണല്ലോ, സംശയമില്ലല്ലോ. നേരെ മറിച്ച് കൊണ്ട് അയവയെ അസദ് എന്നുള്ളതിന് റജീഷുജാഹിൻക്ക് വേണ്ടി പെരുമാറുമാറെ സംശയമുണ്ട്. ആ സംശയമല്ല, അവിടെ പിന്നെ യഖീനില്ല അവിടെ. മനസ്സിലായ? ദേവീന്റെ അടിസ്ഥാനത്തിലാണ് പെരുമാറുന്നത്. ഇനി ഫൈദാക്കാന ലഫ്ദു, ഇനി ഒരു ലഫ്ദ് ആയി മുസ്തഅമലൻ മിൻ മൗദൂഇ മൗദൂഇഹിൽ അസ്ലിഹി, അസ്ലിയായ മാനയിൽ അതിനെ പെരുമാറപ്പെട്ടതായാൽ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫഹുവ, അപ്പൊ ആ ലഫ്ദ് ഷൈഉൻ, ഒരു ലഫ്ദായിരിക്കും. മുസ്ബത്തുൻ, അതിനെ സ്ഥിരീകരിക്കപ്പെട്ട ലഫ്ദായിരിക്കും. ഫീ മഖാമിഹി, അതിന്റെ ആ ഷൈഇന്റെ മഖാമില് അതിനെ സ്ഥിരീകരിക്കപ്പെട്ടതായ ഒന്നാകും. എങ്ങനത്തെ മഖാമാണ്? മഅലൂമു ദലാലത്തി, ദലാലത്ത് അറിയിച്ചതായ ഈ ലഫ്ദ് ഈ മഖാമിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മനസ്സിലായ? വേറെ ഉദാഹരണം പരപ്പറി അസദ് എന്നുള്ളതിനെ പിന്നെ ഏതിനു വേണ്ടി പെരുമാറി? പിന്നെ റജീഷുജാഹിന് വേണ്ടി, അയവാമുത്തരിസിന് വേണ്ടി. ഈ അയവാമുത്തരിസ് എന്നുള്ളതല്ലാത്ത വേറെ മാനയില് അതിനെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അസദ് എന്നുള്ളതിന് യഥാർത്ഥത്തിൽ സുബൂത്താക്കപ്പെട്ടിട്ടുള്ള മാന ഏതാണ്? അയവാമുത്തരിസിലാണ്. പിന്നെ റജുലു ഷുജാഹിന് പെരുമാറുന്നത് തക്ദീരിന്റെയും തഅ്വീലിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇനി അമ്മൽ മജാസു, ഇനി മജാസ് എന്നുള്ള ലഫ്ദാണ് ഇനി അടുത്ത ചർച്ച. അമ്മൽ മജാസു ഫഖദ് ജാസ മകാനുഹുൽ അവ്വലു, അല്ല ഫലി അന്നഹു, ഈ മജാസ് എന്നുള്ള ലഫ്ദ് മിൻ ജാസ ശൈഅ യജൂസുഹു, അപ്പൊ ജാസ ശൈഅ യജൂസുഹു എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ജാസ ശൈഅ യജൂസുഹു, ഒരു ശൈഇനെ വിട്ടുകടന്നു, അവൻ വിട്ടുകടക്കും എന്ന് പറയാതെ. അപ്പം ഇതാ താജാവു, അതിനെ വിട്ടുകടന്നാൽ മനസ്സിലായില്ലേ? ഒരാള് ഒരു ശൈഇനെ വിട്ടുകടന്നാല് അവിടെ ജാസ ശൈഅ യജൂസുഹു എന്ന് പറയാറുണ്ട്. ആകയാൽ വൈദസ്തോമില ലഫ്ദു, അങ്ങനെ ഈ ലഫ്ദിനെ പെരുമാറപ്പെട്ടു. ബിൽ മാനൽ മജാസി, നമ്മൾ പറഞ്ഞ വൈറഹക്കീക്കിയായ മജാസിയായ മാനയിൽ പെരുമാറപ്പെട്ടു. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ പെരുമാറേണ്ടത് ഏതിലാണ്? അതിന്റെ ഒന്നാമത്തെ മൗദൂഇയായ മാനയിലാണ്, മൗദൂആയ മാനയിലാണ് പെരുമാറേണ്ടത്. ഇതത് പെരുമാറാതെ മജാസിയായ മാനയിൽ പെരുമാറി. അതുകൊണ്ട് തന്നെ ഫഖദ് ജാസ മക്കാനുഹു, ഫഖദ് ജാസ, അപ്പൊ അത് വിട്ടുകടന്നു. മക്കാനുഹുൽ അവ്വല, ഒന്നാമത്തെ മാന എന്ത് ചെയ്ത്? വിട്ടുകടന്നു. അതേപോലെ മൗദൂഅഹുൽ അസ്ലിയ, അസ്ലിയായ മാനയെയും എന്ത് ചെയ്ത്? വിട്ടുകടന്നു. എന്നിട്ട് ഗൈർ മൗദൂആയ മാനയിലേക്ക് കണ്ടുപോയി. അതുപോലെ ഈ ഒന്നാമത്തെ മക്കാനല്ലാത്ത മറ്റൊരു മക്കാനിലേക്ക് വിട്ടുകടന്നു. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് മജാസ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. അല്ലാഹു അഅലമു ബിസ്സവാബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഊസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും.